10th ക്ലാസ്സിലെ പോളിനോമിയൽസിൻ്റെ 2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പം വെക്കേഷൻ കാലഘട്ടമാണല്ലോ. ഇപ്പോഴേ നന്നായി പഠിച്ചു തുടങ്ങിയാൽ, നന്നായിട്ട് തിയറിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും ഒക്കെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ടോപ്പിലെത്താൻ സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ax² പ്ലസ് bx പ്ലസ് c, ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇൻ വേരിയബിൾ എക്സ്. അതിൻ്റെ ജനറൽ ഫോം. നമുക്കിവിടെ ഒരു ചോദ്യം, ഇപ്പോൾ ഈഫ് ആൽഫ ആൻഡ് ബീറ്റ, അതായത് 2 സീറോസ് കാണും, അല്ലെ 2 റൂട്ട്സ് കാണും. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് 2 റൂട്ട്സ് കാണും. ഇവിടെ ഈഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ്, റൂട്ട്സിന് നമുക്ക് സീറോസ് എന്ന് പറയാം, അല്ലെങ്കിൽ സൊല്യൂഷൻസ്, അല്ലെങ്കിൽ റൂട്ട്സ്. If alpha and beta are the zeros or roots of the polynomial ax² plus bx plus c, then 2 formulas ഉണ്ട്. Sum of roots alpha plus beta equal to minus b by a and alpha beta product of roots equal to c by a. ഇവിടെ ax² plus bx plus c, sum of roots or sum of zeros minus b by a minus coefficient of x divided by constant coefficient of x², alpha beta equal to c by a. ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഏതാണ്? 4x² plus 7x plus 3. ഇവിടെ a എന്ന് പറയുന്ന 4, ബി എന്ന് പറയുന്ന 7, സി എന്ന് പറയുന്ന 3. ഇനി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. ആൽഫയും ബീറ്റയും അതിൻ്റെ സീറോസ് ആണ്, അതിൻ്റെ റൂട്ട്സ് ആയാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/α പ്ലസ് 1/β എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ, ദിസ് പോളിനോമിയൽ, ദെൻ ആൽഫ plus beta equal to minus b by a and alpha beta equal to c by a. Then find the value of 1/α plus 1/β. Alpha plus beta, sum of roots of minus b by a equal to 4, coefficient of x², ax² plus bx plus c. ഇവിടെ a സ്ഥാനത്ത് 4, b യുടെ സ്ഥാനത്ത് 7, c യുടെ സ്ഥാനത്ത് 3. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ, ആ ഫോർമുല കാണാതെ പഠിക്കണം, അതായത് നമുക്ക് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. ആൽഫ ബീറ്റ പ്രോഡക്റ്റ് ഈക്വൽ ടു സി ബൈ എ, സി ബൈ എ. സിയുടെ എത്രയാണ്? 3/4. ആൽഫ പ്ലസ് ബീറ്റയും കിട്ടി, ആൽഫ ബീറ്റയും കിട്ടി. സം ഓഫ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ, സം ഓഫ് റൂട്ട്സ് ഓഫ് ദ പോളിനോമിയൽ. If alpha and beta are the zeros or roots of polynomial ax² plus bx plus c, then sum of roots equal to minus b by a and product of roots alpha plus beta equal to minus b by a and alpha beta equal to c by a. Then alpha plus beta കണ്ടുപിടിച്ചു. ഇവിടെ എയുടെ സ്ഥാനത്ത് ax² plus bx plus c, എയുടെ സ്ഥാനത്ത് 4, ബിയുടെ സ്ഥാനത്ത് 7, സിയുടെ സ്ഥാനത്ത് 3. That is alpha plus beta equal to minus 7/4 and alpha beta equal to c by a, that is 3/4. Then you have to find out the value of 1/α plus 1/β equal to, ഇത് നമ്മൾ സാധാരണ LCM കാണുന്ന പോലെ ഇത് ക്രോസിന് ചെയ്താൽ മതി. ആൽഫയും ബീറ്റയും തമ്മിൽ കോമൺ ആയിട്ടില്ലാത്തതുകൊണ്ട് ക്രോസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 into alpha plus 1 into beta by alpha beta ഈക്വൽ ടു 1 into ആൽഫ എന്ന് പറയാം ആൽഫ, പ്ലസ് 1 into ബീറ്റ എന്ന് പറയാം ബീറ്റ, ബൈ ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. മൈനസ് ബി ബൈ എൽ, മൈനസ് 7/4 ബൈ 3/4. ഇപ്പോൾ 2 ഫ്രാക്ഷൻസ് ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ ഇട്ട് ഗുണിച്ചാൽ ഇൻറ്റു ചെയ്താൽ മതി. മൈനസ് 7/4 ഇൻറ്റു 4/3, 4ഉം 4ഉം ക്യാൻസലായി പോകും, മൈനസ് 7/3 കിട്ടും, മൈനസ് 7/3. ഇവിടെ if alpha beta are the zero of this polynomial ax² plus bx plus c model, then find the value of 1/α plus 1/β. ax² plus bx plus c ആണ് general form of a second degree polynomial. If alpha beta are the zeros or roots or solutions of this polynomial, then alpha plus beta, sum of roots, sum of solutions equal to minus b by a, sum of zeros, and product equal to c by a. ഇവിടെ എയുടെ സ്ഥാനത്ത് ax² plus bx plus c മോഡൽ, എയുടെ സ്ഥാനത്ത് 4, x² കോഷ്യൻ്റ്, ബിയുടെ സ്ഥാനത്ത് 7,
എക്സിൻ്റെ കോഷ്യൻ്റ് സിയുടെ സ്ഥാനത്ത് 3. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ മൈനസ് ബി ഇവിടെ എത്രയാണ് 7 ബൈ എ 4 മൈനസ് 7 ബൈ 4 ആൻഡ് ആൽഫ ബീറ്റ പ്രോഡക്റ്റ് ഈക്വൽ ടു സി ബൈ എ. ആ ഫോമുല രണ്ടും കാണാതെ പഠിക്കണം. ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ എ പ്രോഡക്റ്റ് 3 ബൈ 4. Then we have to find out the value of 1 by alpha plus 1 by beta. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 into alpha plus 1 into beta. 1 into alpha plus 1 into beta by alpha beta. അതായത് 1 into alpha alpha. Alpha plus 1 into alpha 1 into beta. Alpha plus beta by alpha beta. Alpha plus beta നമുക്ക് ഇവിടെ ഉണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. -7/4 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ 3/4. രണ്ട് ഫ്രാക്ഷൻസ് ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വന്നാൽ ആ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതിൻ്റെ റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു ചെയ്താൽ മതി, തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് -7/4 അങ്ങനെ തന്നെ നടക്കുക. ഇൻറ്റു 3/4 തിരിച്ചിട്ട് ഗുണിക്കുക 4/3. 4ഉം 4ഉം കട്ടാകും, -7/3 കിട്ടും ഉത്തരം. ax² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ. അതിനെയാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് whose sum and product are given. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് സമ്മ് 0യും പ്രോഡക്റ്റ് -√2യും. ഒന്ന് സമ്മ് 2 + √3യും പ്രോഡക്റ്റ് 2 - √3. അതാ രണ്ട് ചോദ്യം തന്നിട്ടുണ്ട്. നമുക്കൊരു ഫോർമുല ഉണ്ട്. സം ഓഫ് സീറോസ് 0. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് എത്ര തന്നിട്ടുണ്ട്? -√2. സമ്മും പ്രോഡക്റ്റും തന്നിരുന്നാൽ നമുക്കൊരു ജനറൽ ഫോം ഉണ്ട്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. അതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ നമുക്ക് വാല്യൂ കൊടുത്താൽ മതി. ഇവിടെ സമ്മും തന്നിട്ടുണ്ട് പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. x² മൈനസ് 0 ഇൻറ്റു എക്സ്. സം ഓഫ് 0 എന്ന് തന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് -√2. x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് മൈനസ് സം എന്താ തന്നിട്ടുള്ളത് 0 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് -√2. ദാറ്റ് ഈസ് ഈക്വൽ ടു 0x അങ്ങ് 0 ആയിപ്പോവും. പിന്നെ ഇവിടെ എന്തേ ഉള്ളൂ? x² മൈനസ് √2. അതാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അതാണ് x² മൈനസ് √2. അതായത് x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സം ഓഫ് സീറോസും പ്രോഡക്റ്റും തന്നിരുന്നാൽ x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് അതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ സം ഓഫ് സീറോസ് വന്നിട്ടുണ്ട് 0, പ്രോഡക്റ്റ് ഓഫ് സീറോസ് വന്നിട്ടുണ്ട് -√2. x² മൈനസ് അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആ വാല്യൂ. x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ദാറ്റ് ഈസ് x² മൈനസ് 0 ഇൻറ്റു എക്സ്. സം ഓഫ് സീറോസ് 0 ആണ്, പ്രോഡക്റ്റ് -√2 ആണ്. x² മൈനസ് 0 ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് -√2. x² പ്ലസ് -√2 എന്ന് പറയാം. x² -√2 ആണ് നമ്മുടെ ഇവിടുത്തെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി നമുക്ക് നോക്കാം. x² മൈനസ് സം ഓഫ് സീറോസ് നമ്മുടെ ഫോമുല എങ്ങനെയാണ്? സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് അതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും തന്നു കഴിഞ്ഞാൽ x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് അതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. x² മൈനസ് സം ഓഫ് സീറോസ് എത്ര? 2 + √3 ഇൻറ്റു എക്സ് പ്ലസ് 2 - √3. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ax² പ്ലസ് bx പ്ലസ് c മോഡൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കാണാൻ പറഞ്ഞാൽ x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റനിൽ സം ഓഫ് സീറോസ് 0, പ്രോഡക്റ്റ് -√2. 0യും -√2 ആണ് തന്നിട്ടുണ്ട്. അതായത് സം ഓഫ് സീറോസ് 0, പ്രോഡക്റ്റ് -√2. x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് x² മൈനസ് 0 ഇൻറ്റു എക്സ് സമ്മ് 0 ആണ് തന്നിട്ടുണ്ട് പ്ലസ് പ്രോഡക്റ്റ് -√2. x² മൈനസ് ഈ 0 ഇൻറ്റു എക്സ് 0 ആയിപ്പോൾ x² പ്ലസ് -√2 അതായത് x² -√2 എന്ന് കിട്ടി. അടുത്തത് ഇവിടെ സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും തന്നിട്ടുണ്ട്. 2 + √3 ആണ് സം ഓഫ് സീറോസ്, 2 - √3 പ്രോഡക്റ്റ്. x² മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ദാറ്റ് ഈസ് x² മൈനസ് 2 + √3 ഇൻറ്റു എക്സ് പ്ലസ് 2 - √3 ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ.
ആൽഫ ബീറ്റ ഈ പോളിനോമിയലിൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി മോഡൽ ഈ പോളിനോമിയലിൻ്റെ സീറോസ് ആണെങ്കിൽ ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ പ്ലസ് 2 × 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ പ്ലസ് 3 ആൽഫ ബീറ്റയുടെ വില കാണും. സം ഓഫ് സീറോസ് കാണാനുള്ള ഫോർമുല മൈനസ് ബി ബൈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. എയുടെ സ്ഥാനത്ത് 6, ബിയുടെ സ്ഥാനത്ത് 1 × x 1, സിയുടെ സ്ഥാനത്ത് -1. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട് മൈനസ് ബി ബൈ എ, അതായത് മൈനസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ 1 ബൈ എയുടെ സ്ഥാനത്ത് 6, 1/6. ആൽഫ ബീറ്റ പ്രോഡക്റ്റ് ആണ് സി ബൈ എ. സി എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്, -1/6. അപ്പോൾ ആൽഫ ബീറ്റയും കിട്ടി, ആൽഫ പ്ലസ് ബീറ്റയും കിട്ടി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതെന്ത് ചെയ്യണം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ആൽഫ × ആൽഫ പ്ലസ് ബീറ്റ × ബീറ്റ ബൈ ആൽഫ ബീറ്റ പ്ലസ് 2 × ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ. ഇതിങ്ങോട്ട് 1 × ആൽഫ പ്ലസ് 1 × ബീറ്റ പ്ലസ് 3 ആൽഫ ബീറ്റ. ഇത് സിംപ്ലിഫൈ ചെയ്യുക. നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അതുപോലെ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയാൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ. നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മതി, അതുകൊണ്ട് അതിന് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നാൽ മതി. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഒരു -2 ആൽഫ കൊടുത്താൽ മതി. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആകും. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന് പകരം ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ -2 ആൽഫ നമുക്ക് അറിയാവുന്ന വാല്യൂവിൻ്റെ മോഡലിലാക്കണം ബൈ ആൽഫ ബീറ്റ ഈക്വൽ പ്ലസ് 2 × ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ പ്ലസ് 3 ആൽഫ ബീറ്റ. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് -1/6 സ്ക്വയർ -2 × -1/6 ബൈ -1/6 പ്ലസ് 2 × -1/6 ബൈ -1/6 പ്ലസ് 3 × -1/6. -1/6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/36 പ്ലസ് 2/6 ബൈ -1/6. ഈ മൈനസ് വരുമ്പോൾ പ്ലസ് വരും. ഈ -1/6ഉം -1/6ഉം കൂടെ താഴെ മുകളിലും ആയതുകൊണ്ട് അതങ്ങ് കട്ട് ചെയ്ത് പോകും. +2 ഇവിടെ പ്ലസും മൈനസും വരുമ്പോൾ മൈനസ്. ഇവിടെ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്താൽ -1/2 വരും. -1/2. ഇനി ഇവിടെ ഈ മുകളിലുള്ളത് ഇത് ചെയ്താൽ മതി, കാൽക്കുലേഷൻ ചെയ്താൽ മതി, സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇവിടെ 36ഉം 6ഉം കൂടെ വരുമ്പോൾ LCM എന്ന് പറയുന്നത് 6 വരും. LCM 6, അതായത് LCM പോലെ ആക്കിയാൽ മതി. ഇത് രണ്ടും ചെയ്യുമ്പോൾ ഇത് 1/36 ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പ്ലസ് ഇവിടെ 6 ആണ്, ആ 6നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 36 വരിക, LCM കിട്ടും. അതുകൊണ്ട് താഴെ മുകളിലും 6 വെച്ച് ഇൻറ്റു ചെയ്യുക. 12/36 ബൈ -1/6 പ്ലസ് ഇവിടെ 2ന്ന് ഹാഫ് പോയാൽ എത്രയാണെന്ന് നമുക്കറിയാം, 1.5. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ഇത് രണ്ടും ഒരുപോലാണ്, ഈ ഛേദം രണ്ടും ഒരുപോലാണ്, ഡിനോമിനേറ്റർ ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് വെറുതെ അങ്ങ് ചെയ്താൽ മതി. 1 + 12/36 ബൈ -1/6 പ്ലസ് 1.5 ഈക്വൽ ടു 1 + 12 എന്ന് പറഞ്ഞാൽ 13/36. ഇനി ഇത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. -1/6 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ തിരിച്ചിട്ടാൽ മതി. -6/1 പ്ലസ് 1.5 ഈക്വൽ ടു ഈ 6 ഇതും കൂടെ കട്ടായി പോവും. 13/6 പ്ലസ് 1.5 എന്ന് പറഞ്ഞാൽ ഈ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 1 × 2 പ്ലസ് 1/2 1 × 2 പ്ലസ് 1/2 അതായത് 1 × 2 + 1 അതായത് 3/2 എന്ന് വരും. 3/2 1.5 എന്ന് പറഞ്ഞാൽ 1.5 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതിയാണല്ലോ, അങ്ങനെ ഓർത്താലും മതി. 1.5 3ന്റെ പകുതിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ വേണേൽ 6 ആക്കാം. നമുക്ക്
മൈനസ് 13/6 പ്ലസ് 6 ആക്കണേ 3 ഇട്ട് താഴെ മുകളിൽ ഇൻറ്റു ചെയ്താൽ മതി 6 ഈക്വൽ ടു ഡിനോമിനേറ്റർ ഒരുപോലെയാണ് മൈനസ് 13 പ്ലസ് 9/6 ദാറ്റ് ഈസ് മൈനസ് 4/6 2 വെച്ച് കട്ട് ചെയ്താൽ മൈനസ് 2/3 കിട്ടും. ഇതിൻ്റെ ഉത്തരം മൈനസ് 2/3. ഒരിക്കൽ കൂടി പറയാം. If alpha beta are the zeros of the polynomial px equal to 6x square plus x minus 1, then find the value of alpha by beta plus beta by alpha plus 2 into 1 by alpha plus 1 by beta plus 3 alpha beta. ഇതിൻ്റെ വാല്യൂ കാണാനാണ് പറയുന്നത്. ഇതിനെ നമുക്കറിയാവുന്ന ടേംസിലാക്കണം. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ആൽഫ ഇൻറ്റു ആൽഫ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഇൻറ്റു ബീറ്റ ബീറ്റ സ്ക്വയർ ബൈ ആൽഫ ഇൻറ്റു ബീറ്റ പ്ലസ് 2 ഇൻറ്റു ഇതിനെ എങ്ങനെ ആക്കുക 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആൽഫ അതായത് 1 ഇൻറ്റു ആൽഫ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വരും 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആൽഫ ബൈ ആൽഫ ബീറ്റ പ്ലസ് 3 ആൽഫ ബീറ്റ ഈക്വൽ ടു നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ സമം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ. അപ്പോൾ നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കാണണമെങ്കിൽ ഇതിന് ഇപ്പുറം കൊണ്ടുവന്നാൽ മതി ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ നമുക്ക് അറിയാവുന്ന ടേമിലാക്കുക. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന് പകരം ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ബൈ ആൽഫ ബീറ്റ പ്ലസ് 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ പ്ലസ് 3 ആൽഫ ബീറ്റ. ഇനി നമുക്കങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നമ്മൾ അറിയാവുന്ന വിലയായി. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട് -1/6 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു -1/6 ബൈ -1/6 പ്ലസ് 2 ഇൻറ്റു -1/6 ബൈ -1/6 പ്ലസ് 3 ഇൻറ്റു -1/6 ഈക്വൽ ടു -1/6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1 -6ൻ്റെ സ്ക്വയർ മൈനസ് സ്ക്വയർ വരുമ്പോൾ പോസിറ്റീവ് 1/36 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2/6 ബൈ -1/6 പ്ലസ് ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും പ്ലസ് 2 പ്ലസ് -3/6 ആ +2 അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളത് ചെയ്യാം നമുക്ക്. ഇവിടെ 36ൻ്റെ 6ൻ്റെ LCM എന്ന് പറയുന്നത് 36 കിട്ടും. അതുകൊണ്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാം 1/36 അങ്ങനെ തന്നെ എഴുതും LCM പോലെ തന്നെ പ്ലസ് 2/6നെ നമുക്ക് 36ൻ്റെ ടേമിൽ എഴുതാൻ വേണ്ടി താഴെ മുകളിൽ 6 ഇട്ട് ഇൻറ്റു ചെയ്യുന്നു അതായത് 12/36 ബൈ -1/6 പ്ലസ് 2 -3/6 ഈക്വൽ ടു 1/36 പ്ലസ് 12/36 എന്ന് പറയാം 13/36. ഇതിൻ്റെ അടിയിലൊരു -1/6 ആണ് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി -6/1 പ്ലസ് 2 -3/6 കട്ട് ചെയ്യുമ്പോൾ 6 കിട്ടും അതായത് 13/6 ഇൻറ്റു -1 അതായത് -13/6 പ്ലസ് 2/1 -3/6 ഇതിൻ്റെ എല്ലാം LCM പോലെ 6 ഇട്ടാൽ മതി. ഇവിടെ LCM 6ൻ്റെ LCM എന്ത് വരും 6 1 1 അപ്പോൾ എളുപ്പം കിട്ടും LCM പോലെ ആക്കിയാൽ. ഇവിടെ 6 ആയതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട അങ്ങനെ തന്നെ എഴുതാം 6 പ്ലസ് ഇവിടെ 6 ആക്കണമെങ്കിൽ 3 ഇട്ട് ഇൻറ്റു ചെയ്താൽ താഴെ മുള്ളൂ 2 ഇൻറ്റു 3 ബൈ 1 ഇൻറ്റു 3 -3/6 ഈക്വൽ ടു 2 ഇൻറ്റു 6 ബൈ 1 ഇൻറ്റു 6 ഇവിടെ 1 ആയിരുന്നല്ലോ 6 ആക്കണമെങ്കിൽ അപ്പോൾ -12 പ്ലസ് -13 പ്ലസ് 12 -3 ബൈ 6 മൊത്തത്തിൽ 6 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി -16 പ്ലസ് 12 ബൈ 6 അതായത് -4 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം ഇടുക -4/6
ഇനി കട്ട് ചെയ്യാൻ 2 വെച്ചിട്ട് 2 -2/3 വരും. ഇതിൻ്റെ വാല്യൂ എത്ര വരും? -2/3. വേറെ സിംപ്ലിഫിക്കേഷനാണ്, LCM എടുത്തിട്ട് ചെയ്താൽ മതി. ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വെക്കേഷൻ സമയത്ത് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെയേറെ പ്രയോജനപ്പെടും. സ്കൂൾ തുറക്കുമ്പോൾ നല്ല ഈസി ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. പ്രോബ്ലംസ്, എക്സസൈസ് എല്ലാം ചെയ്ത് പഠിക്കുക. ക്ലാസ് 10ലെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. ഫ്രീമാസ്റ്റർ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്